ഒച്ചയൊന്നും കേൾക്കണല്ലോ. വായിക്കണുണ്ട് മനസ്സില്. വായിച്ചാ തിമ്മരേക്ക് വല്ല ജോലി മേടിക്കണോട്ടാ. ആ മേടിക്കാന്നേ. എന്നിട്ട് വേണം നിന്റെ കാറിൽ എനിക്കൊന്ന് കേറാൻ. അല്ല അപ്പൊ അമ്മ പറഞ്ഞ ഞാൻ ഡ്രൈവർ ആവണമെന്നാണോ? എടാ പൊട്ട, നീ മേടിക്കണ കാറിന്റെ കാര്യമില്ലേ ഞാൻ പറഞ്ഞേ. അങ്ങനെ എങ്ങനെ എന്ത് പൊട്ട മോനെ, നീ ഈ പുറത്തിരുന്ന് പഠിക്കണ നേരം കൊണ്ട് സ്വൈര്യമായിട്ട് അകത്തിരുന്ന് പഠിച്ചോടാ. പുറത്തിരുന്ന് പഠിച്ചാൽ ഇത്തിരി വായു പഠിച്ചോക്കി വെച്ചാ അതാകുമ്പോ പെട്ടെന്ന് തലേ കയറുമല്ലോ. ഓ, ഞങ്ങളൊക്കെ പഠിക്കുമ്പോ എങ്ങനെ പഠിച്ചാലും തലേ കയറൂലായിരുന്നു. ഞങ്ങള് പഠിക്കുമ്പോന്ന് നീ പറഞ്ഞ, നീ പഠിക്കുമ്പോന്ന് പറഞ്ഞാ തീരടാ. അയ്യേ, എടാ പഠിച്ച് പഠിച്ച് വലിയ ശാസ്ത്രജ്ഞൻ നിക്കണുണ്ടോ? ആ ശാസ്ത്രജ്ഞൻ തന്നെടി മോനെ. അച്ഛൻ അന്ന് ആ ഡ്രസ് വർക്ക് ചെയ്യണ സമയത്ത് അതിന്റെ മോള് നിങ്ങടെ താഴ്ത്തിക്ക് വീണില്ല എന്ന് വിചാരിക്കും. അച്ഛൻ ഇപ്പോഴും ഒന്നാം തരം വെൽഡർ അല്ലടാ. പറഞ്ഞു കൊടുക്കടാ അവൾക്ക്. ഒരു തമാശ പറഞ്ഞല്ലേ. അവന് എന്താണ്ട് പുതിയ ആഗ്രഹം ഉണ്ടെന്ന്. എന്താ ആഗ്രഹം? എടാ പറയട എന്താന്ന്. അതെ അച്ഛാ, വരുമ്പേ ഒരു പിസ മേടിച്ചോണ്ട് വരൂ. എന്ത് പിസ? എന്താ പിസ? എന്താ സാധനം? തിന്നണതാണ് അച്ഛാ. എവിടുന്ന കിട്ടിയത്? ടൗണിന്ന്. ടൗണിലെവിടെ? പിസ ഹട്ടീന്ന്. പിസ ഹട്ടോ? എന്തൊക്കെ സാധനങ്ങളാ അവൻ പറഞ്ഞു. ഇത് എവിടുന്നാടാ നീ ഇതൊക്കെ പഠിക്കണേ? അത് കൂട്ടുകാരന്മാരെ കൊണ്ടുവന്നത്. ഓരോ സാധനങ്ങള് മേടിച്ചോണ്ട് തന്നെ. ആ ഇപ്പൊ ഇവളുടെ ആവശ്യമാണ് എനിക്ക് തോന്നുന്നത്. ഞാനത് കണ്ടിട്ട് പോലും ഇല്ല. കണ്ടോടാ നിന്റെ അച്ഛൻ പറയണേ. നോക്കട്ടെ നോക്കട്ടെ കേട്ടോ. നോക്കട്ടെ നല്ല മേടിച്ചു കൊടുക്കണം. പിന്നെ രാവിലെ വരുമ്പോ പാലും കൂടി മേടിക്കണേ. ആ മേടിക്കാം. ബാ ചായ തരാം. അത് കണ്ടു പഠിച്ചതിട്ടെ നീ. എവിടുന്നാ? ഞാൻ വെറുതെ ഇങ്ങനെ കട വരെ പോയതാ. കൊറേ കണ്ടിട്ട്. എവിടെ പോ? ഞാൻ കുറച്ചു ദിവസം ലീവ് എടുത്തിട്ടേ ഒന്നായിട്ട് കറങ്ങാൻ പോയി. എന്താണ് മാഷിന് എന്ത് വേണേലും ആവാലോ. ഭാര്യ ഇല്ല, കുട്ടികളും ഇല്ല. എല്ലാ ദിവസം അടിച്ചു പൊളിച്ച് ജീവിക്കുക, അതപ്പൊ എന്റെ പരിപാടി. അല്ല ഇപ്പൊ എങ്ങനെയുണ്ട് ഡിസ്കിന്? അതിലിപ്പോ വലിയ കുഴപ്പമില്ല. ഇപ്പൊ വേദനയ്ക്ക് കുറവുണ്ട്. അല്ല അവിടെ പോയപ്പോ എങ്ങനെ ഭാരിച്ച പണിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഏയ് അവിടെ അങ്ങനെ കൊറേ നേരം ഇരിക്കുക, പിന്നെ കൊറേ നേരം നിക്ക. സെക്യൂരിറ്റിക്ക് എന്താ വേറെ പണി? അല്ല പുറത്തൊക്കെ ഇറങ്ങി നിക്കണമെന്നിരിക്കേ, ഇടയ്ക്കൊക്കെ ഒന്ന് വായനശാലയിലേക്ക് വാ. വായനശാലയിൽ ഒന്നാമത്തെ എങ്ങനെ വരും? ഒക്കെ ഈ മൊബൈലിലുണ്ടല്ലോ, ആൾക്കാർക്ക് എല്ലാം കിട്ടാണ്ടല്ലോ. എന്റെ മകൻ നന്നായി വായിക്കണ കൂട്ടത്തിലല്ലേ, അവനോട് വന്ന് വായനശാലയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ പറ. ഇടയ്ക്ക് പുസ്തകം എടുത്തു പോലോ. അതിനിപ്പോ കൊറേ പ്ലസ് ടു കഴിഞ്ഞിട്ട് എന്താ എൻട്രൻസ് കോഴ്സിന് പോകുന്നുണ്ട്. എവിടെയെങ്കിലൊക്കെ കയറട്ടെ വിചാരിച്ചു. നീ എവിടേക്കാണാ? അരുണേ, ഞാനൊന്ന് കൂടെ കൊണ്ടുപോയാണ്. എന്റെ കൂട്ടുകാരന്റെ ഒരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. ശരി. അവൻ വെറുതെ വീട്ടിലിരിക്കാനല്ല. പിന്നെ വൈകിട്ട് ഇത്തിരി വൈകും. അപ്പൊ ഞാൻ കൊണ്ടുവന്ന് ആക്കിയേക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശരി ശരി ശരി. ശരി ശരി. ഏതാ ബൈക്ക് ഓടിക്കണ പയ്യൻ? അത് നമ്മുടെ പ്യാരി. വിജയൻ ഡോക്ടർ അനുജല്ലേ മാഷേ? ബാംഗ്ലൂരുള്ള. അതെ. അവൻ ഇടയ്ക്ക് ലീവിന് വരുമ്പോഴേ ഇവനായിട്ടൊന്ന് കറങ്ങാൻ പോകും. ഇവനെ വലിയ കാര്യം. അപ്പൊ നന്നായി പഠിക്കണൊക്കെ കാരണം. പിന്നെ ഇവൻ പുസ്തകപ്പുഴായിട്ട് ഇങ്ങനെ ഇരിക്കണ്ടെന്ന് വെച്ചിട്ട് ഞാനും വിടും. എവിടെയെങ്കിലൊക്കെ ഒന്ന് പുറത്ത് പോയിട്ടൊക്കെ വരട്ടെ. ഇവരൊക്കെ ആവുമ്പോ കുഴപ്പമില്ലല്ലോ. എന്നാ ശരി. ആയിക്കോട്ടെ മാഷേ. ഞായറാഴ്ച വായനശാലയിലേക്ക് ഒന്ന് ഇറങ്ങാം. ഇറങ്ങാം. മറിമായം